മൂന്നാമത് ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിനത്തിൽ കൂടി തോൽവി വഴങ്ങിയതോടു കൂടിയിട്ട് ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പര നഷ്ടമായിരിക്കുകയാണ് കേട്ടോ. T20 പരമ്പര നഷ്ടമായതിന് പിന്നാലെയാണ് ഏകദിന പരമ്പര കൂടി ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നത്. ഫസ്റ്റ് ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് ബെൻ ഡക്കറ്റിൻ്റെ സെഞ്ചുറിയും റൂട്ടിൻ്റെയും ബെത്തലിൻ്റെയും ഹാഫ് സെഞ്ചുറിയുടെയും മികവിൽ 387 എന്ന ഭീമൻ സ്കോറിൽ എത്തിക്കാനായിട്ട് പറ്റിയിട്ടാ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിദേശ പിച്ചിൽ ഇത്രയും വലിയൊരു സ്കോർ ചേസ് ചെയ്യുക, അതും ഇപ്പോഴത്തെ ടീമിൻ്റെ അവസ്ഥയിൽ ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നൊരു ഘട്ടത്തിലായിരുന്നു കേട്ടോ നിന്നുണ്ടായിരുന്നത്. എന്നാൽ രോഹിത്തിൻ്റെയും ഗില്ലിൻ്റെയും തുടക്കം അത്യുജ്വലം തുടക്കം തന്നെയായിരുന്നു. രോഹിത്തിൻ്റെ സെഞ്ചുറിയും ഗില്ലിൻ്റെയും കോഹ്ലിയുടെയും ഹാഫ് സെഞ്ചുറിയുടെയും മികവിൽ ഈ 388 എന്ന സ്കോർ ചേസ് ചെയ്യുന്നൊരു ഘട്ടം വരെ ഉണ്ടായിരുന്നു. എന്നാൽ വെറും 27 റൺസ് അകലെയായിരുന്നു കേട്ടോ വിജയം നഷ്ടമായത്. ഈ തോൽവിക്ക് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം പറയേണ്ടത് ബോളിംഗ് നിരയും അതേപോലെ തന്നെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരുമാണ്. ബോളിംഗ് നിരയെ സംബന്ധിച്ചിടത്തോളം ബുംറയില്ലാതെ ഇറങ്ങിയ ബോളിംഗ് നിരയ്ക്ക് ഒരു രീതിയിലും ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാരിന് ഒരു പ്രഹരമേൽപ്പിക്കാൻ പറ്റിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാർ കുറച്ചെങ്കിലും ഉത്തരവാദിത്തം കാണിച്ചതാണ് എന്നുണ്ടെങ്കിൽ ഈ സ്കോർ ഈസി ആയിട്ട് ഇന്ത്യനെ കൊണ്ട് ചേസ് ചെയ്യാൻ പറ്റിയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കളിച്ച ഈ ഒരു ടീമിൽ നിന്നും 4 പേരെ ഇനി അടുത്ത ഏകദിനത്തിൽ നിന്നും തീർത്തും ഒഴിവാക്കുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമൻ വേറെ ആരുമല്ല, വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ കൂടിയായിട്ടുള്ള KL രാഹുലാണ് കേട്ടോ. അദ്ദേഹത്തിന് ഈ ഒരു 3 മാച്ചിൽ 2 മാച്ച് കളിക്കാൻ ഇറങ്ങിയാലും അതിലൊന്നും കാര്യമായിട്ട് ഒന്നും തന്നെ ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയില്ല. കൂടാതെ വിക്കറ്റ് കീപ്പറായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ വരെ സംഭവിച്ചൊരു ഘട്ടം വരെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ഒഴിവാക്കാൻ പോകുന്നത് ഓൾറൗണ്ടർ കൂടിയായിട്ടുള്ള ശിവൻ ദുബെയാണ് കേട്ടോ. അദ്ദേഹം ഓൾറൗണ്ടറാണ് എന്നുള്ളത് വെറും പേരിൽ മാത്രം വെച്ചിട്ട്, എന്നാൽ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഒരു രീതിയിലും ഇന്ത്യൻ ടീമിന് ഗുണം ചെയ്യാത്തൊരു പ്ലെയർ കൂടിയാണ് കേട്ടോ. അടുത്തതായിട്ട് ടീമിൽ നിന്ന് പുറത്തു പോകാൻ പോകുന്നത് ഫേസ് ബൗളർ കൂടിയായിട്ടുള്ള ഗുർനൂർ ബ്രാറും പ്രിൻസ് യാദവുമാണ് കേട്ടോ. ഇവർ രണ്ടുപേരും കിട്ടിയ ചാൻസ് മുതലാക്കിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഗുർനൂർ ബ്രാർ കുറച്ചെങ്കിലും മികവ് കാണിച്ചെങ്കിൽ കൂടി പ്രിൻസ് യാദവ് ഒട്ടും മികവ് കാട്ടിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നിരുന്നാൽ തന്നെ ഈ ഒരു 4 പ്ലെയേഴ്സിനെ അടുത്തതായിട്ട് വരാൻ പോകുന്ന വൺ ഡേ ഏകദിന സ്ക്വാഡിൽ നിന്നെല്ലാം ഒഴിവാക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് കേട്ടോ അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്.